ഹായ്, വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ വീഡിയോ ഞാനൊരു മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. വാള മീനാണ്. കുടംപുളിയും കായപ്പൊടിയും ഇട്ട നല്ല അടിപൊളി മീനാണ് വെക്കാൻ പോകുന്നത്. ഇതാണ് വാളമീൻ. ഞങ്ങളെ നാട്ടിൽ ഈ മീനെ വാളമീൻ എന്നാ പറയുന്നത്. ഓരോരോ നാട്ടിൽ ഓരോരോ പേരാ പറയുന്നത്. നിങ്ങളെ നാട്ടിൽ ഈ മീനിൻ്റെ പേര് എന്താണെന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതാ കണ്ടില്ലേ, നല്ലവണ്ണം ഉരച്ച് കഴിയ വാളമീനാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിന് കണ്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി വാളമീൻ വെക്കാനുള്ള ചേരുവക എന്താണെന്നൊക്കെ നോക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. കുടംപുളി ആവശ്യത്തിന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഞാൻ എന്നത്തെ പോലെ ബിരിയാണി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തത്. ആവശ്യത്തിന് മല്ലിപ്പൊടി, അടുത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. ഇത് പൊടിക്കാത്ത ഉലുവയാണ്. നമുക്ക് പൊടിച്ച ഉലുവയും വേണം, പൊടിക്കാത്ത ഉലുവയും വേണം. ഇത് കായപ്പൊടി. അവസാനമായി പാകത്തിന് ഉപ്പ്, പൊടി ഉപ്പാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് പാചകം തുടങ്ങാം. നോക്കണേ, ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് കൊടുത്ത് ചട്ടി ചൂടായ ചട്ടിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് പൊടിക്കാത്ത ഉലുവ ഇട്ട് കൊടുത്തു. തിളച്ച എണ്ണയിൽ കിടന്ന ഉലുവ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത കടുകും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കഴുകി മാറ്റിയ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് അടുപ്പിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പച്ച മണം പോകുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ പരുവത്തിലാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 സ്പൂണ് പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി എടുക്കും മുന്നേ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു. കാരണം എണ്ണയിൽ കടന്ന് ഇത് കരിഞ്ഞു പോകും മുളക് പൊടി. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ലവണ്ണം വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച മണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ കിട്ടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇതിൽ പറ്റി പിടിക്കാൻ വേണ്ടി നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ കഴുകി മാറ്റി വെച്ച കുടംപുളി ഇട്ട് കൊടുത്തു. ഈ പുളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് പറ്റി പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. കുടംപുളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം അല്ല ഒഴിച്ചത്, പച്ചവെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തേ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കലക്കിയിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ കടുക് പൊട്ടിച്ച ശകലം പച്ച ഉലുവ ഇട്ട് കൊടുത്തല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/2 സ്പൂണ്, ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന്. അതിനുശേഷം നോക്കണേ, കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നെത്തോലി മീൻ പോയിട്ട് വേറെ ഏത് മീൻ വെച്ചാലും ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്ത് പാകത്തിനുള്ള ഉപ്പ്, പൊടി ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. ഉപ്പിട്ടതിന് ശേഷം നിങ്ങളൊന്ന് പതുക്കെ ഒന്ന് കലക്കി കൊടുക്കുക. ഇനി നമുക്ക് അടപ്പെടുത്ത് അടച്ച് തിളയ്ക്കാൻ വയ്ക്കാം. ഇതാ കണ്ടില്ലേ, അടപ്പെടുത്തപ്പോൾ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ നമുക്ക് പതുക്കെ മീൻ ഇട്ട് കൊടുക്കാം. മീനിൽ ഊറി നിൽക്കുന്ന വെള്ളം ഒഴിക്കല്ലേ, അത് മാറ്റിക്കളയണം. മുഴുവൻ മീനും ഇതാ ഇട്ട് കൊടുത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് കലക്കിയിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഞാൻ പെതിയെ മീൻ ഇങ്ങനെ മീതെ പൊങ്ങുന്ന മീനിനൊക്കെ താഴോട്ട് ആ സ്പൂൺ കൊണ്ട് പതുക്കെ താഴോട്ടാക്കി കൊടുക്കുന്നേ. ഇനി കുറച്ച് കറിവേപ്പില എടുത്ത് നല്ലവണ്ണം കഴുകി അങ്ങിട്ട് കൊടുക്കണം. കറിവേപ്പില എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ല മണമല്ലേ മീനിലിടുമ്പോൾ. എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നു, അത്രയും ഞാൻ കഴുകി അങ്ങിട്ട്. ഇനി ഒരു 5 മിനിറ്റ് തീ കൂട്ടിയിട്ട് വേവിക്കണം. 5 മിനിറ്റ് ശേഷം തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ നേരം നല്ലതുപോലെ വേവിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 1/2 മണിക്കൂറും അടപ്പ് തുറക്കാനേ പാടില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അടപ്പ് ഞാൻ തുറക്കുകയാണ്. കൈ പൊള്ളാത്ത രീതിയിൽ തുണി വെച്ച് പതുക്കെ ഒന്ന് തുറന്നു. തുറന്നു നോക്കിയപ്പോൾ അടിപൊളി ഒരു മണം വരുന്നുണ്ട്. നമുക്ക് നല്ലവണ്ണം മീനും അതിലിട്ട സാധനം എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം ശകലം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കണേ. കുടംപുളിയും കായപ്പൊടിയും ഇട്ട് വാളക്കറി കണ്ടില്ലേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മളൊഴിച്ച വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടം ആവാൻ കരുതി ഞാൻ ഒന്ന് തുണി വെച്ച് ചുറ്റിയിട്ട് കൊടുത്ത്. ആ തിളച്ച് കിടക്കുന്ന ഗ്രേവിയും അതിൽ കടന്ന് വെന്ത മീനും കാണുമ്പം തന്നെ അതിൻ്റെ ഒരു ഭംഗി കണ്ടോ.
കുടംപുളിയും കായപ്പൊടിയിട്ട വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടോടെ തന്നെ കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ രുചി ഇരട്ടിയാവുന്നത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. ഇനി വാളമീൻ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.